നമസ്കാരം. ഇന്നത്തെ ആയുർജീവനത്തിൽ മൂലക്കുരുവിന് അല്ലെങ്കിൽ പൈൽസിനുള്ള ചില ഹോം റെമഡീസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനു മുൻപും നമ്മൾ പൈൽസിനുള്ള ഒരുപാട് ഹോം റെമഡീസ് കണ്ടു കഴിഞ്ഞു. എങ്കിലും വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ വെള്ളം കുടി കുറയ്ക്കുന്നവർക്കുമൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഈ മൂലക്കുരുവിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതിന് ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള 2 റെമഡിയും പിന്നെ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ റെമഡീസും എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ എപ്പിസോഡ്. നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസിൽ സ്ട്രെയിൻ വന്നിട്ട് അത് സ്വെല്ല് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് ഒരു സ്ട്രക്ചർ പോലെ വരുന്നത്, ഒരു വളർച്ച പോലെ നമുക്ക് തോന്നിക്കുന്നതാണ് പൈൽസിൻ്റെ അല്ലെങ്കിൽ മൂലക്കുരുവിൻ്റെ ലക്ഷണം. അതായത് മൂലത്തിൽ കാണുന്ന കുരു എന്നുള്ള അർത്ഥത്തിലാണ് ഇതിന് മൂലക്കുരു എന്ന് പറയുന്നത്. ശരിക്കും അത് ഈ ബ്ലഡ് വെസൽസ് സ്ട്രെയിൻ ചെയ്ത് സ്വെല്ല് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സ്വെല്ലിംഗ് നമുക്ക് ആ ഒരു എനൽ ഏരിയയിൽ ഫീൽ ചെയ്യുന്നത്. ഇതിന് ഏറ്റവും പ്രധാന കാരണം ഫൈബർസ് ഫുഡ് നമുക്കുള്ളിൽ ചെല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന മലബന്ധം, അതുപോലെ വെള്ളം പ്രോപ്പറായിട്ട് ശരീരത്തിനുള്ളിൽ കിടക്കാത്തത് കൊണ്ടുണ്ടാകുന്ന മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. ശരിക്കും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ട് നമുക്ക് ഈ മൂലക്കുരുവിനെ മാറ്റാവുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ റിലവൻസിൽ പറയുകയാണെങ്കിൽ. അതുമാത്രമല്ല, ഈ മലം പാസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്ട്രെയിനും പെയിനും അതുപോലെ സ്റ്റൂളിൽ ബ്ലഡ് കാണുന്നതുമൊക്കെ ഈ പൈൽസിൻ്റെ സിംറ്റംസാണ്. മൂലക്കുരുവിൻ്റെ പ്രശ്നത്തിന് നമ്മുടെ കറുകപ്പുല്ല് അല്ലെങ്കിൽ ദുർവ ഗ്രാസ് എന്ന് പറയുന്ന ഈ കറുകപ്പുല്ലിൻ്റെ ചാറ് നല്ലൊരു എഫക്റ്റീവ് നാച്ചുറൽ റെമഡി തന്നെയാണ്. ഈ കറുകപ്പുല്ല് മിക്സറിലിട്ടൊന്ന് അടിച്ചോ അല്ലെങ്കിൽ ചതച്ച് അതിൻ്റെ ചാറെടുത്തിട്ട് അത് തൈരിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പാലിലിട്ട് തിളപ്പിച്ചിട്ടോ ഒരു 2-3 പ്രാവശ്യം ഒരാഴ്ചയിൽ നമുക്ക് ദിവസവും പറ്റിയാൽ വളരെ നല്ലത്. ഒരല്പം നേരിട്ട് കുടിക്കാൻ പറ്റിയാൽ അതായാലും മതി. ഇല്ലെങ്കിൽ തൈരുമായിട്ട് ചേർത്തിട്ടോ അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ പാലിലിട്ട് തിളപ്പിച്ചിട്ടോ മസ്റ്റായിട്ട് 3-4 നേരം ഒരാഴ്ച ഓൾട്ടർനേറ്റ് ഡേയ്സ് എങ്കിലും കുടിച്ചിരിക്കണം. പൈൽസിൻ്റെ പ്രശ്നത്തിനുള്ള അടുത്ത റെമഡി നമ്മുടെ മാതളത്തിൻ്റെ തോലിൻ്റെ ഉപയോഗമാണ്. മാതളത്തിൻ്റെ തോല് വെയിലിൽ വെച്ച് ഉണക്കിയിട്ട് ഒന്നുകിൽ അത് പൊടിച്ചു വെക്കുക, അല്ലെങ്കിൽ വെയിൽ വെച്ച് ഉണക്കിയ ആ തോല് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളവും മോരുമായിട്ട്, അല്ലെങ്കിൽ പൊടിയാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് നമ്മുടെ മോരിൽ ചേർത്തിട്ട് ഒരല്പം ജീരകപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു നേരം അല്ലെങ്കിൽ 2 നേരം കുടിക്കുന്നത് പെട്ടെന്ന് തന്നെ ഈ പൈൽസിൻ്റെ ഒരു ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നതിനും മോഷൻ പാസ് ചെയ്യുമ്പോഴുള്ള വേദന മാറുന്നതിനും രണ്ടിനും വളരെ എഫക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യും. പൈൽസിന് അതുപോലെ തന്നെ ഞാൻ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്, റാഡിഷിൻ്റെ ഉപയോഗം നല്ലതാണ്. റാഡിഷ് അല്ലെങ്കിൽ മുള്ളങ്കി അരച്ച ആ വേദനയുള്ള ഭാഗത്ത് തേച്ച് വെക്കുന്നതും അതുപോലെ തന്നെ മുള്ളങ്കിയുടെ ജ്യൂസ് കുടിക്കുന്നത് രണ്ടും നല്ലതാണ്. അതുപോലെ ജീരകം പൊടിച്ച പൊടി നമ്മുടെ ഈ മലദ്വാരത്തിന് ചുറ്റും തേച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഈ പെയിൻ മാറ്റുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു സ്വെല്ലിംഗ് സബ്സൈഡ് ചെയ്യുന്നതിനും രണ്ടിനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ പൈൽസിൻ്റെ ബ്ലീഡിംഗ് ഉള്ളവർക്ക് ശരിക്കും ഉള്ളിച്ചാറ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചെറിയുള്ളിയുടെ ചാറ് പ്രത്യേകിച്ചും വളരെ എഫക്റ്റീവാണ്. അല്ലെങ്കിൽ സവാളയുടെ ചാറായാലും കുഴപ്പമില്ല, മസ്റ്റായിട്ട് അത് യൂസ് ചെയ്യുക. ബ്ലീഡിങ് പെട്ടെന്ന് തന്നെ ഒരാഴ്ചത്തെ യൂസ് കൊണ്ട് തന്നെ ബ്ലീഡിങ് നല്ലവണ്ണം സ്റ്റോപ്പാകും. അതുപോലെ തന്നെ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സ്നിഗ്ധജീരകത്തിൻ്റെ പൊടി, ആയുർവേദ കടകളിൽ കിട്ടും സ്നിഗ്ധജീരകത്തിൻ്റെ പൊടി, അത് പാലുമായിട്ടോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ രാവിലെ എണീറ്റ ഉടൻ റോസാപ്പൂവിൻ്റെ, വീട്ടിൽ റോസാപ്പൂ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ചുവന്ന റോസിൻ്റെ ആ ഒരു ഇതിൽ ചതച്ച ചാറ് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ അതുപോലെ ഒരല്പം സ്പൂണിൽ പിഴിഞ്ഞിട്ട് അത് കുടിക്കുന്നതും ഈ ബ്ലീഡിങ് പൈൽസിന് വളരെ നല്ലതാണ്. പിന്നെ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള എള്ളിൻ്റെ പേസ്റ്റ് അവിടെ തേക്കുന്നത് നല്ലതാണ്. അതുപോലെ എള്ളും വെണ്ണയും കൂടിയിട്ട്, അതായത് എള്ള് പൊടിച്ച പൊടിയും വെണ്ണയും കൂടി ചേർത്ത് കഴിക്കുന്നത്, ഇതൊക്കെ തന്നെ ഈ പൈൽസിന് വളരെ എഫക്റ്റീവായിട്ടുള്ള റെമഡീസാണ്. പൈൽസിന് പറഞ്ഞ എല്ലാ റെമഡീസും തന്നെ വളരെ ഈക്വലി എഫക്റ്റീവായിട്ടുള്ള റെമഡീസ് തന്നെയാണ്. എങ്കിലും നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് ധാരാളം വെള്ളം കുടിക്കുക, പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് കഴിക്കുക, ഫൈബറസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, മൈദ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ഹെൽത്ത് പോയിന്റിലും മൈദ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ എല്ലാ സമയവും കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഒരല്പം ഇൻ ബിറ്റ്വീൻ ജോലിക്കിടയിൽ തന്നെ ഒരല്പം മൂവ്മെൻറ്റ് കൊടുക്കുക. അതുപോലെ മിനിമം ഹാഫ് ആൻ അവർ രാവിലെ എക്സസൈസ് ചെയ്യുക, പ്രത്യേകിച്ചും ഈ ഇരുന്ന് ജോലി ചെയ്യുന്നവർ. ഇത്രയും ചെയ്യുകയാണെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് പൈൽസിനെ മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ. അഥവാ വരികയാണെങ്കിൽ ഈ റെമഡീസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നാളെ വീണ്ടും കാണാം. ഗുഡ് ബൈ.